വാർത്തകൾ വിശദമായി നോക്കാം. കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ ഒപ്പിട്ടയച്ച ഫയലുകൾ VC മോഹൻ കുന്നുമ്മൽ തള്ളി. പകരം രജിസ്ട്രാർ ഇൻചാർജ് എന്ന നിലയ്ക്ക് മിനി കാപ്പൻ അയച്ച ഫയലുകൾ അംഗീകരിച്ചു. VCയുടെ നടപടികൾ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ സിൻഡിക്കേറ്റ് ഫയലുകൾ ഒപ്പിടുന്നതിൽ മിനി കാപ്പന് മുന്നറിയിപ്പും നൽകി. വിട്ടുകൊടുക്കാതെ VCയും സിൻഡിക്കേറ്റും അനുദിനം മൂർച്ഛിച്ച് ഭരണപ്പോര്. രജിസ്ട്രാർ എന്ന നിലയിൽ KS അനിൽകുമാർ ഒപ്പിട്ടയച്ച ഫയലുകൾ തള്ളുകയും പകരം രജിസ്ട്രാർ ഇൻചാർജ് എന്ന നിലയിൽ മിനി കാപ്പൻ അയച്ച ഫയലുകൾ അംഗീകരിക്കുകയും ചെയ്തതോടെ അനുനയത്തിൽ ഇല്ലെന്നുറപ്പിച്ച് VC. അടിയന്തര സ്വഭാവത്തിലുള്ളതടക്കം അനിൽകുമാർ അയച്ച 3 ഫയലുകളാണ് VC മടക്കിയത്. എന്നാൽ പതിവ് തെറ്റാതെ ഓഫീസിൽ എത്തുന്നുണ്ട് KS അനിൽകുമാർ. ഫയൽ നീക്കം സംബന്ധിച്ച ചോദ്യത്തിൽ വരട്ടെ നോക്കാമെന്നായിരുന്നു അനിൽകുമാറിന്റെ മറുപടി. സാറ് കൈകാര്യം ചെയ്ത ഫയലുകൾ ഒന്നും തന്നെ തുടർ നടപടിക്ക് വിധേയമാക്കണ്ട എന്നുള്ളൊരു നിർദ്ദേശമാണ് VC നൽകിയിരിക്കുന്നത്. വരട്ടെ നോക്കാം. നിയമവിരുദ്ധവും ക്രമവിരുദ്ധവുമായ നടപടികൾ VC തുടരുകയാണെന്ന് സിൻഡിക്കേറ്റ്. ഫയലുകൾ ഒപ്പിടുന്നതിൽ മിനി കാപ്പന് മുന്നറിയിപ്പ് നൽകിയ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് VC ഇൻചാർജിന് കത്ത് നൽകി. സർവകലാശാലയിൽ തുടർച്ചയായി നിയമവിരുദ്ധ പ്രവർത്തനം, ക്രമവിരുദ്ധമായ പ്രവർത്തനം വൈസ് ചാൻസലർ നടത്തുന്നതിൻ്റെ ഭാഗമായി നിരവധി പ്രയാസങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ചെല്ലാം വിശാലമായ ചർച്ച നടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം അടിയന്തരമായി വിളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് വൈസ് ചാൻസലർക്ക് കത്ത് കൊടുത്തിരിക്കുന്നു. മറുവശത്ത് KS അനിൽകുമാർ സർവകലാശാലയിൽ അനധികൃതമായി അതിക്രമിച്ചു കയറിയെന്ന ആരോപണമുയർത്തി കോടതിയെ സമീപിക്കാനാണ് BJP സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തീരുമാനം. അയവില്ലാതെ തുടരുന്ന പോരിന് ഇനി എന്ത് പരിഹാരമെന്നതാണ് അറിയേണ്ടത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.